ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീടും പരിസരവും പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 4 തന്നെയല്ലേ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പാർട്ട് 4 ആണെന്ന് എനിക്ക് തോന്നുന്നേ. എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ തേങ്ങ പറിക്കാനായിട്ടൊരു ചേട്ടൻ വന്നു. അപ്പോൾ ആ തേങ്ങ പറിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ കണ്ടൻ്റ് ഒന്നും പ്രത്യേകിച്ച് ലോങ് വീഡിയോ എടുക്കാൻ കിട്ടുന്നില്ല. പിന്നെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുപ്പി അടിച്ചിട്ട് ഷോർട്സൊക്കെ കിട്ടുന്നുള്ളൂ. ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ആ ചേട്ടൻ തേങ്ങ പറിച്ച് കഴിഞ്ഞു. ഒരു തെങ്ങൽ പറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ആ ചേട്ടൻ ഒരു തെങ്ങ പറിച്ച് ഇറങ്ങി. അടുത്ത ഗൈസ്, അവിടെ ഇവിടെ വരെ കയറി വന്നത്. ഗൈസിനെ എങ്ങനെ അടുത്ത തെങ്ങയിലോട്ട് നമുക്ക് പോവാം. നമ്മളെല്ലാ ചേട്ടൻ തെങ്ങലൊന്നും കയറും. ഞാൻ മരം കയറിയാണെങ്കിൽ തെങ്ങയിലൊന്നും ഞാൻ കയറില്ല. ഞാൻ കൊക്കോ അങ്ങനെയുള്ള ചെറിയ ചെറിയ മരങ്ങളിലൊക്കെ കയറും. ഈ സാധനം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ചെയ്ത് ഞാൻ കാണിച്ചു. ഈ സാധനം എന്നായിരുന്നു? നന്ദ്യാർവട്ടം എന്ന്. ഇപ്പം അമ്മ പേര് പറഞ്ഞു. അമ്മ അവിടെ നിന്നിട്ട് മടലൊക്കെ കൊത്തിയിടുന്നുണ്ട്. അവിടെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. കാട്, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്നിട്ട് കാണാം. ഇനി ഉണ്ടായിരുന്നു അവിടെ മെയ് മാസറാനൊക്കെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നുണ്ട് ഇതൊക്കെ. പക്ഷെ അന്നുണ്ടായിരുന്നത് പൊഴിഞ്ഞു പോയി. എന്തോ പോയി. എന്താണെന്ന് എനിക്കറിയാം. പിന്നെ ഇവിടുത്തെ പല അത്ഭുത സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. യെസ്, അങ്ങനെ ചേട്ടൻ കയറി അങ്ങ് പോകുന്നു. യെസ്, ഞാൻ അമ്മേനെ കാണിക്കാൻ വന്നപ്പോഴത്തേക്കും അമ്മ നൈസായിട്ട് മുങ്ങിയേക്കാം. ഇവിടെ കൊക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി. അതുകൊണ്ട് കാണിക്കാൻ എൻ്റെ അമ്മയെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് ഞങ്ങൾ വെല്ലിച്ചൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പം വീഡിയോ എടുത്തിട്ടായിരുന്നു. വണ്ടി ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വീഡിയോ എടുത്തിട്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടോണം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കൊക്കോയിൽ കായൊന്നുമില്ല. കായുണ്ട്, പഴുത്തിട്ടില്ല. ഞങ്ങൾ ഇച്ചിരി മുമ്പ് കുറേ കൊക്കോക്ക കൊണ്ട് വീട്ടിലിട്ടതേ ഉള്ളൂ പറിച്ചിട്ട്. വീട്ടിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. പോവുകയാണെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങൾ എന്നാലും പോകണമല്ലോ വീട്ടിൽ. ഇതൊരു കയ്യാലേൻ്റെ മണ്ടയിലാണ് കൊക്കോ ഒക്കെ നിൽക്കുന്നത്. കണ്ടോ? അപ്പം ഞാൻ അങ്ങോട്ട് കയറി. അമ്മ തേങ്ങ പറിക്കുന്നു നോക്കാൻ പോയി. അതവിടെ നിന്നിട്ട് നോക്കുന്നു. ഒരു ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുക. അവിടെ ഷർട്ടൊക്കെ ഇടുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര കൊതുകാണ്. അപ്പോൾ കൊതുകിൽ നിന്ന് പ്രൊട്ടക്ഷൻ. ഞാൻ ഞങ്ങളുടെ കാപ്പിത്തോട്ടം കാണിച്ചായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഭയങ്കര പണിയൊക്കെയായിരുന്നു. അമ്മ ഭയങ്കര പണിയായിരുന്നു. ഞാൻ മരത്തിൻ്റെ വണ്ടലൊക്കെ കയറിയിരുന്നു. വീഡിയോ അല്ല, ബുക്ക് വായന അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോണും കൊണ്ടുവന്നില്ല. ആ കാണുന്നതാണ് ഞങ്ങളുടെ കാപ്പിത്തോട്ടം. നമുക്ക് അങ്ങോട്ട് പോകാൻ ഞാനിങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. ഇവിടെ കാപ്പിക്കുരു ഒന്നുമില്ല. എല്ലാം ഞങ്ങൾ പറിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തെളിച്ചിട്ടതാണ്. മണ്ടയ്ക്കോട്ട് പോയ ഞാനൊരു സംഭവം കാണിച്ചു. ഇവിടെ ഒരു സൈസ് പൂവുണ്ട് ഇതേപോലെ തന്നെ. ഈ പൂവിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല രസമാണ്. എൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനിവിടെ വന്ന മരത്തിൻ്റെ മണ്ടയിലാണ്. അതാണ് ഈ മരം. ഇതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കും. എന്നിട്ട് ബുക്ക് വായന, എഴുത്ത്, അതെല്ലാം വേണം. പിന്നെ ഫോൺ കൊണ്ടുവന്നാലും വീഡിയോ എടുക്കലില്ല പറമ്പിൽ നിന്ന്. അങ്ങനെ അല്ലാത്തപ്പം ഫോണിൽ നോക്കി എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ മാത്രം വീഡിയോ കണ്ടാൽ പോരല്ലോ, ആരുടെയെങ്കിലുമൊക്കെ വീഡിയോ കാണണ്ടേ. മീൻസ് നമ്മൾ കുറേ നേരം ഇവിടെ നിൽക്കുന്നത് സേഫല്ല. അവിടെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നു. ഞാൻ പോവുക. എനിക്കിങ്ങനെ കാട്ടിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പേടിയാണ്. എന്തെങ്കിലും വന്യജീവികളല്ല, വന്യമൃഗങ്ങളുണ്ടെങ്കിലും ആന, അതൊക്കെ ഇവിടെ സ്വാഭാവികമാണ്. ആന അത് എന്നോണം
ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. കടുവയില്ല, ആന, പന്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പതിവാണ്. പിന്നെ ഈ സമയത്ത് നല്ല പാമ്പും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി. അവിടെ നിന്ന് എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നു. വിഷുവിൻ്റെ അന്ന് എനിക്ക് ഹാപ്പി വിഷു ഒന്നും പറയാൻ പറ്റില്ല. കാരണം അമ്മയുടെ ഫോണിൽ നെറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. അച്ഛൻ്റെ ഫോണിലും ചാനലുണ്ട്, പൊന്നൂസ് ഫാമിലി. അപ്പം അതിലിടണം എന്ന് വിചാരിച്ചത്. ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് മറന്നുപോയി ഇടാൻ വേണ്ടി. വിഷു ഒക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴും ഓർക്കുന്ന പടക്കം പൊട്ടിച്ച വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഇടണ്ടെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഫോണിൽ റീചാർജ് ചെയ്യണമായിരുന്നു നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇപ്പം പറഞ്ഞേക്കാം ഹാപ്പി വിഷു. ഇതാണ് ഞങ്ങളുടെ അതിവിശാലമായ പറമ്പ്. കണ്ടോ, കുറേ അങ്ങ് മേളിലോട്ടുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പോകത്തില്ല. കാടൊക്കെ ആയതുകൊണ്ട് അവിടെ എന്തൊക്കെ ജീവികളുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. അവിടെ ഇല്ലാത്ത കുറേ ജീവികളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ഇങ്ങോട്ടൊന്നും ഇറങ്ങാത്ത കുറേ ജീവികളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും പോകൂല. അവിടെ ഒരു പ്രാവശ്യം തെളിക്കുകയൊക്കെ ചെയ്തായിരുന്നു, എന്തോ ചെയ്യാൻ വേണ്ടി. പിന്നെ അവിടെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് പിന്നെ കാണിച്ചു. ശേഷം ഞങ്ങളങ്ങനെ അടുത്ത തെങ്ങിൻ്റെ ചൂട്ടിലേക്ക് നടന്നു. ആ കാണുന്ന ഞങ്ങളുടെ ഇവിടുത്തെ തെങ്ങല്ല, പ്ലാവ്. പറഞ്ഞത് മാറിപ്പോയി. ഇവിടെ ഒരു നെല്ലിയുണ്ട്, കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഈ പന, ഈ നിൽക്കുന്ന പനേൻ്റെ ഇപ്പോഴുള്ള ആ സാധനം. പക്ഷെ അത് നൂറ്റാണ്ടുകളായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒറ്റ നെല്ലിക്ക കിട്ടിയിട്ടില്ല. അത് അമ്മ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. അമ്മ ഇപ്പോൾ മേളിലോട്ടൊക്കെ നോക്കുന്നതിൻ്റെ കാര്യം എനിക്കറിയാം. ഈ മരം ഏതെങ്കിലും ഉണങ്ങിയതുണ്ടോ എന്ന് നോക്കിയതാണ്. അതൊക്കെ വലിച്ച് അടിച്ചിട്ടാൽ വിറക് കത്തിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് അമ്മ എന്നെ പറഞ്ഞ് പേടിപ്പിക്കും. ഇങ്ങോട്ട് തേങ്ങ വരും, അങ്ങോട്ട് തേങ്ങ വരും, ഇങ്ങോട്ട് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞു. എൻ്റെ കയ്യിൽ എന്തോ കുത്തിയിട്ടുണ്ട്. വീഡിയോ പിടിച്ച കയ്യിൽ അമ്മ അവിടെ നിന്നിട്ട് ഇത്രയും നേരം എന്നെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ലേ. എന്നിട്ടിപ്പോൾ അവിടെ നിന്നിട്ട് എന്തോ കുത്തി എൻ്റെ കയ്യിൽ. എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടെ, എന്തോ ഒരു സാധനം. അപ്പം കൈ അവിടുത്തെ വീർത്തിരിപ്പുണ്ട്. നോക്ക്, ഇത്രയും വീർത്തിവിടെ എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടെ, പക്ഷെ നല്ലപോലെ വീർത്തിരിപ്പുണ്ട്. എന്തൊക്കെയോ പോലെ തോന്നുന്നു ആ കയ്യിലല്ല വിരലിൽ. ഈ സമയം എവിടെ എന്നെ കത്തിയൊക്കെ എടുത്ത് പേടിപ്പിക്കുന്നുണ്ട്. നോക്ക്, കാണിച്ചു കൊടുക്കും, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. കത്തിയുണ്ട്. അത് ഞാൻ അമ്മേനെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കത്തി വെച്ച് എന്തൊക്കെയോ കാണിച്ചെന്നെ പേടിപ്പിക്കുന്നത്. ഞാനൊരു പൂ കാണിച്ചാൽ ഇവിടെ പിന്നെ പറമ്പിൽ വന്ന മിറ്റം പോലെയാണ്, പൂവും കായും എല്ലാം ഉണ്ട്. ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞ പൂവ് എന്ത് പൂവാണോന്നൊന്നും എനിക്കറിഞ്ഞൂടെ, പക്ഷെ നല്ല മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ നേരത്തെ ആയിരുന്നപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഈ പൂവ് പറിച്ച് തലയിൽ. അടുത്ത് ഇവിടുന്ന് നമുക്ക് ഇറങ്ങിപ്പോവാം. അല്ലെങ്കിൽ ഈ ചേട്ടൻ അടുത്ത് ഈ തെങ്ങിലോട്ടാണ്, തേങ്ങ എന്തൊക്കെയോ വേർന്ന് ചെവി ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം അല്ലെങ്കിൽ തേങ്ങ തലയിൽ വീഴും മാറി. ഞാനങ്ങനെ ചാടി ഇറങ്ങി. അവിടെ മൊത്തം മുള്ളാണ്, മര്യാദയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ചാടി. എപ്പോൾ വീണാൻ അവിടെ ഒരു കുഴിയുണ്ട്, തൊട്ട് താഴെതാ കുഴിയാണ്. ആ കുഴിയിലിട്ട് വീണേ. ഒരു മാങ്ങ കണ്ടോ, പക്ഷെ കൊള്ളത്തില്ല. ഇതിൻ്റെ എന്തൊക്കെയോ കടിച്ചു പറിച്ചത് വെച്ചിരിക്കുന്നു. നമുക്ക് എടുക്കണ്ട പോലെ പക്ഷിപ്പനിയും പകർന്നാലോ. കുറേ മാങ്ങ നിൽപ്പുണ്ടല്ലോ, താഴെ വീണ് കിടപ്പുണ്ട് മാങ്ങാപ്പഴം. പക്ഷെ ഒന്നും കൊള്ളത്തില്ല, എന്തൊക്കെയോ കൊത്തിപ്പറിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ എനിക്കൊരു എന്നെ എവിടെയും നിർത്തൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ്. തലയിൽ തേങ്ങ വീഴുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്കൊരു പ്ലാവില കിട്ടി. അമ്മ ഇതായി ഇവിടുന്ന് പന വീണത് വെട്ടിക്കളഞ്ഞു. വീണതല്ല, വീഴ്ത്തിയതാണ്. ഇവിടെ മരം മുറിക്കാൻ വന്നിട്ടുണ്ടെന്ന്. മരം മുറിക്കാൻ വന്നായിരുന്നു, വീഡിയോ എടുത്തു. ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുന്നു, അതാ പറഞ്ഞു. മരം മുറിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ എന്തോ മുറിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മറിച്ചിട്ടതാണെന്ന് തോന്നുന്നു. അതിൻ്റെ എകരമൊക്കെ അത് അമ്മ ഇരുന്ന് വെക്കുകയാണ്. അമ്മയോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ബിസിയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്കുക. ഇവിടെ വെറുതെ തേങ്ങ നോക്കിക്കൊണ്ട് ഇത് വെച്ചൊരു മറ്റേ സാധനം ഉണ്ടാക്കി തരും, തവി, പ്ലാവിലെ തവി. അമ്മമ്മയോട് പറയാം. ഇതിനുണ്ടാക്കാൻ അറിയത്തില്ല, അതങ്ങ് പറഞ്ഞാൽ പോരെ. ഇനി അങ്ങനെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വീണേ.
സാധനങ്ങൾ വെച്ചിട്ടൊന്നും ഉണ്ടോ ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് അമ്മമ്മയോട് ചോദിക്കാം. അതുവരെ ഈ സാധനം കൈ വെക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇവിടെ അമ്മ വലിയൊരു ഐഡിയ കൊണ്ടുവന്നു കേട്ടോ. ഇതിലേക്ക് ഈ കിടക്കുന്ന മരം ഉണ്ടല്ലോ, അത് തന്നെ ആ സാധനം തന്നെ. പനയെ കൂടെ കയറി ആ പ്ലാവിൽ കയറി ചക്ക പറിച്ചേക്കുന്നു. നല്ല ഐഡിയ അല്ലേ? എന്ത് നല്ല ഐഡിയ. ഇങ്ങനത്തെ ഉപകാരപ്പെടാത്ത ഐഡിയ ഒക്കെ അതിൻ്റെ തലേ വരത്തുള്ളൂ. ചില സമയത്ത് ഉപകാരപ്പെടുന്നത് വരും, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരാളുടെ മോശം കാര്യം പറയുമ്പം നല്ല കാര്യം കൂടെ പറയണമല്ലോ. ഇവിടെ നിന്ന് ഒരാൾ സ്വയം പുകഴ്ത്തി പറയുന്നുണ്ട് കേട്ടോ. എന്നാ പറഞ്ഞേ? എന്തോ പറഞ്ഞു, എന്താ വിചാരിക്കുന്നതും കൊണ്ടേ പോകത്തുള്ളെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്നാ എന്തോ പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞത്. എനിക്കങ്ങനെ വേറൊരു പ്ലാവിലയും കൂടെ കിട്ടി, അത് ഞാൻ എടുക്കാൻ പോവാണ്. എനിക്ക് 2 പ്ലാവില കിട്ടി. നമുക്കിവിടെ വേറെ കുറേ ഉണ്ട്. അമ്മമ്മേക്ക് അത് അമ്മ എവിടെ നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. നമുക്ക് വേറെ പ്ലാവില പറക്കാൻ പോവാം. അമ്മയ്ക്കൊരു പണിയാക്കി കൊടുക്കും. അമ്മയ്ക്കല്ല, അമ്മമ്മയ്ക്ക്. അയ്യോ അങ്ങനെ ഒരു പ്ലാവില കാട്ടിലാണ്. ഞാൻ ഇച്ചിരി മുമ്പ് കാണിച്ച പൂവുണ്ടല്ലോ, ആ പൂവാണ് ഇവിടെ മൊത്തം നിൽക്കുന്നത്. എൻ്റെ കാടാണ്. പക്ഷെ പൂവൊന്നുമില്ല. പൂവ് ഉണ്ടായിരുന്നു, അതെല്ലാം പൊഴിഞ്ഞു പോയി. എന്തോ വീഡിയോ ഒക്കെ ചെയ്യണം, പറിക്കല്ലെന്നും പറഞ്ഞ് നിർത്തിയതാ. വീഡിയോ ഇട്ട് ചെയ്തുമില്ല, അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. അങ്ങനെ എനിക്ക് 2 പ്ലാവില കിട്ടി. ഇവിടെ ഞാനൊരു കല്ലിൻ്റെ മണ്ടയിലാണ് കേട്ടോ അതൊക്കെ കൊണ്ടുവെക്കുന്നത്. ഒരെണ്ണമായിട്ട് പിടിക്കാൻ മടി, അപ്പോൾ 5-6 ഒരുമിച്ച് പിടിക്കാമെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഞാൻ പ്ലാവില പറക്കലും നോക്കി, ഇത് മതിയായി. ഞാൻ കഷ്ടപ്പെട്ട് പറക്കിയിട്ട് അമ്മ എനിക്ക് ആക്കി തന്നില്ലെങ്കിലോ? ഈ അമ്മ എന്നെ എവിടെ നിർത്തൂല കേട്ടോ. ഇത്ര നേരം തേങ്ങയായിരുന്നു, ഇപ്പം ചക്കയായി. അതാ വേറെയും കിട്ടി പ്ലാവില. ഞാനങ്ങനെ ഈ പനയുടെ ഇപ്പുറത്തൂടെ അല്ല, ഈ ഇടയ്ക്കൂടെ ഇപ്പുറത്ത് ചാടി വീഡിയോ എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഞാൻ വീഴും, അല്ലെങ്കിൽ ഫോൺ പോയാൽ അമ്മ എന്നെ തല്ലിക്കൊല്ലും. പക്ഷേ ഇനി നമ്മുടെ യാത്ര തുടരും. നമുക്ക് അങ്ങോട്ട് പോകാം. കുറച്ച് തെങ്ങും കൂടെ ഉണ്ട്, അതും കൂടെ പറിച്ചിട്ട് തെങ്ങിൻ്റെ തേങ്ങ പറിച്ചിട്ട് ഞങ്ങളങ്ങനെ അടുത്ത കൊക്കോൻ്റെ അകത്ത് വന്നിരിക്കുന്നു. ഈ കാണുന്ന വേറൊരു കൊക്കോ. ഞങ്ങളുടെ ഇവിടെ കൊക്കോ മാത്രമേ ഉള്ളെന്ന് നിങ്ങൾ വിചാരിക്കില്ല. കൊക്കോ മാത്രമൊന്നുമല്ല, ഇവിടെ കൂടെ കൊക്കോ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഫുള്ള് റബ്ബറാണ്. അങ്ങനെ തേങ്ങ പറിച്ച് കഴിഞ്ഞ് ഇനി എന്തോ കൊക്കോ പറിക്കാൻ. അത് ആ കൊക്കോയിൽ എന്തോ ഒരു ഇത്രയുള്ള കൊക്കോ എങ്ങാണ്ട് കണ്ട, അതും പറിക്കാൻ പോവുക. പിന്നെ വിറകെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നത്. ഞാനിനി ഒരുപാട് കാണിക്കുന്നില്ല, ഒരുപാട് എടുത്താൽ യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാരണം ഇത് കാണിക്കണം. അമ്മമ്മയെ കൊണ്ട് ഈ സാധനം ഉണ്ടാക്കിക്കണ്ടേ, തവി ഉണ്ടാക്കിക്കണ്ടേ. അത് ഞാൻ കാണിക്കാതെ വിടൂല, അത് കണ്ടിട്ടേ പോകാവൂ. ഞാനും അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ അമ്മ എന്നെ എന്തൊക്കെയോ ചീത്തയൊക്കെ പറയുന്നു. ഇത്രയുള്ളൊരു കൊക്കോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇനി ഞാൻ നേരെ വീട്ടിൽ പോകണം, തോട്ടി എടുത്തുകൊണ്ട് വരണം. ഇവിടെ നിൽക്കുന്ന ഞാൻ നേരത്തെ കാണിച്ച പ്ലാവയിൽ ചക്കപ്പഴം കിടപ്പുണ്ടെന്ന്, ഇനി അതും കൂടെ പറിച്ചിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ. അപ്പം അമ്മേനെ ഞാൻ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു. കാരണം തോട്ടി എടുക്കണം, ചക്കപ്പഴം പറിക്കണം. അയ്യോ അമ്മയെ അടുത്ത് അതിനൊക്കെ നമുക്കൊന്നും കൂടെ വീട്ടിലേക്ക് പോവാം. അപ്പം ഈ പ്ലാവിലയും കൊണ്ട് പ്ലാവില തൊപ്പി എന്നാ തവി. എനിക്ക് തവിന്ന് വായി വരില്ല ഗൈസ്, പ്ലാവില തൊപ്പീനെ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്ലാവില തൊപ്പിന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളത് പ്ലാവില തവി ആക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങളതാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി അങ്ങോട്ട് വേറെ തടസ്സങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നേരത്തെ ഇറങ്ങി വരേണ്ടത് കാട്ടിൽ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തോ ഒരു കൊക്കോക്ക, പിന്നെ 5-6 പ്ലാവല. ഇതൊക്കെ 5-6 പിടിക്കുന്ന എന്നെ സമ്മതിക്കണം അല്ലേ? പറയണ്ട, എന്നെ
സമ്മതിക്കണ്ടേ ഇതൊക്കെ? ഇത് കുറേ ഫോണ് പിടിക്കണം, കൊക്കോ പിടിക്കണം, പ്ലാവിൽ പിടിക്കണം, ഇതൊക്കെ പിടിക്കുന്ന തന്നെ സമ്മതിക്കണ്ടേ? ആ സമ്മതിക്കണം. അങ്ങനെ ഞാൻ എപ്പോൾ ഇത് ഓണാക്കിയാലും അപ്പം ഞാൻ എവിടെയെങ്കിലും തെന്നിയടിച്ച് വീഴും. അതുകൊണ്ടാണ് ഞാൻ നടക്കുന്ന വഴി ഓണാക്കാത്തത്. ഇടയ്ക്ക് വീഡിയോ ഓണാക്കുമ്പം അമ്മേ അയ്യോ എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ, അതുകൊണ്ടാണ്. ഒന്നെങ്കിൽ ഞാൻ ഫോണിൽ നോക്കിയിട്ട് നടക്കും, അല്ലെങ്കിൽ താഴെ നോക്കിയിട്ട് നടക്കും. ഫോണിൽ നോക്കി നടക്കുമ്പോഴാണ് ഈ തെന്നുന്നത്, അതുകൊണ്ട് ഞാൻ വീഴും. വേറൊന്നും വിചാരിക്കരുത്. ഇന്നത്തെ വീഡിയോ കുറച്ച് അലമ്പായിപ്പോയി. അപ്പം കാണാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, എന്നാലും നിങ്ങൾ കണ്ടേ പറ്റും. അടുത്ത വീഡിയോ നല്ല ക്ലിയർ ആക്കാൻ. ഈ വീഡിയോ കുറച്ച് അലമ്പായിപ്പോയി. നമ്മൾ ചെല്ലുമ്പോഴേ കാണാം അമ്മ എവിടെ ഇരുന്നു കൊക്കോ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പറിച്ചിട്ടിരിക്കുന്നു. ആ കൊക്കോ കൊത്തി അത് കായ എടുക്കൂലേ, അങ്ങനെ എടുത്തോണ്ടിരിക്കും. 2 കൊക്കോയും കൂടെ ഉണ്ടേ. ഇത് അമ്മ ഇവിടെ ഇരുന്ന് കൊക്കോ പൊട്ടിക്കുകയാണ്. ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അമ്മയെ ശല്യപ്പെടുത്താൻ പോകും. അമ്മ എവിടെ ഇരുന്ന് എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ നമുക്ക് പറഞ്ഞ പണി ചെയ്യാം. നോക്കൂ ഗൈസ്, ഒരാൾ കിടന്നുറങ്ങുന്നത് എൻ്റെ സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റാന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ്, ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഇന്നത്തെ വീഡിയോ മൊത്തം സൗണ്ടൊക്കെ ആയിട്ട് അലമ്പായിപ്പോയി. എൻ്റെ അമ്മയുടെ കലപില സൗണ്ടൊക്കെ ആയിട്ട് അലമ്പായിപ്പോയി. അപ്പം നിങ്ങൾ ക്ഷമിക്കണം. അടുത്ത വീഡിയോയിൽ ക്ലിയർ ആക്കുന്നതാണ്. ഇതിൻ്റെ പേരിൽ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും ഇടണ്ട. ഞാനിടുന്ന കുറേ വീഡിയോയിൽ കുറേ പേര് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ട്, അത് ഞാൻ വായിക്കുന്നുമുണ്ട്. അത് വേണ്ട. അമ്മ ഇപ്പം താഴേന്ന് മേളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കവറും കൂടെ എടുത്തു. അപ്പോൾ തോട്ടി എടുത്ത് കവറും എടുത്തിട്ട് കൊണ്ടുപോകണം ഇനി. അപ്പം ഞാൻ പ്ലാവിലൊക്കെ വീട്ടിലെടുത്ത് വെച്ചു ഗൈസ്. ഞാൻ അങ്ങനെ അമ്മയ്ക്ക് തോട്ടിയും കൊടുത്തു, കവറും കൊടുത്തു. എന്നിട്ട് അടുത്ത പണി വന്നു. ഇവിടെ കിടക്കുന്ന ഈ തേങ്ങ വന്നു. ആ തേങ്ങയും കൂടെ എടുത്തുകൊണ്ട് വീട്ടിൽ നമുക്ക് തേങ്ങയും കൂടെ എടുത്തുകൊണ്ട് പോയേക്കാം. 2 തേങ്ങയും ഞാൻ എടുത്തു ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. തേങ്ങ ഞാൻ ആ കിണറ്റിൻ്റെ സൈഡിലോട്ട് എറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മമ്മയോട് ചോദിക്കാം ആക്കി തരുമോ ഗൈസ്. അങ്ങനെ അമ്മ ആക്കിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഈർക്കല് തപ്പാൻ പോകും. നമുക്ക് ചൂലിയിൽ നിന്നൊരു ഈർക്കല് എടുക്കാം ഗൈസ്. അമ്മ അങ്ങനെ ഇതാ ഉണ്ടാക്കുന്നു. ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സാധനമായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഈ സമയം അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. ഈ കൊക്കോ പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇട്ടത് ആക്കി തന്നെ, അതുകൊണ്ട് പിന്നെ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അമ്മ ഇതുവരെ വന്നിട്ടില്ല. അമ്മയുടെ ചക്ക പറിക്കുകയോ തേങ്ങ പറിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. പകുതിയൊക്കെ മറന്നുപോയി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.